സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC നടത്തിയ 10th ലെവൽ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 4ന്റെ ആൻസർ കീ ആണ് നോക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 17/2025 ആണ്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 7ാം പട്ടിക. ഓപ്ഷൻ സി ആണ് ഉത്തരം. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. കായിക ലോകത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. കേരള നടനം ഗുരു ഗോപിനാഥ്. യക്ഷഗാനം പാർത്തി സുബ. ചവിട്ടുനാടകം ചിന്നത്തമ്പിപ്പിള്ള. കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. അടുത്ത ചോദ്യം, ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി, ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ സി ആണ്. ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിന്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ. ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട്. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ശരിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഇവിടെ തന്നിരിക്കുന്നത് കേരള വിനോദസഞ്ചാര ദിനം, കേരള വിനോദസഞ്ചാരം, UNEP ലോക വിനോദസഞ്ചാര ദിനം. ഇവിടെ ക്വസ്റ്റ്യൻസിൽ കൺഫ്യൂഷൻ ഉണ്ട്. ഇതിൻ്റെ ഉത്തരം PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നു കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്തത്, സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം നവംബർ മധ്യം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം മുംബൈയാണ്. മുംബൈ 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ്. ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത.
1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ്, ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞത്. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പറവൂർ. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ്? ലിഗ്നൈറ്റ്. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. തന്നിരിക്കുന്നത് വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ സമത്വ സമാജം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം എന്നിവയാണ്. അപ്പൊ തെറ്റായത് ഓപ്ഷൻ സി ആണ്, കുമാരഗുരുദേവൻ സമത്വ സമാജം എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അടുത്തത്, ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആനി ബസന്റ്. നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമനാണ്. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപമാണ് നീതി ആയോഗ്. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാബായ് നവറോജിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ആണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ശ്രീലങ്ക. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ബാസപ്പ ധാനപ്പ ജട്ടി. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 51(4) രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 97. അടുത്ത ചോദ്യം, തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുവാനാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ എ ആണ്. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, വിവരാവകാശ കമ്മീഷൻ ഘടന. ഓപ്ഷൻ എ ആണ് ഉത്തരം. മുഖ്യ വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, വിവരാവകാശ കമ്മീഷൻ, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ഓപ്ഷൻ സി ആണ്, ശ്രീ വി ഹരി നായർ ആണ്. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്
NH66 മുംബൈ ഗോവയാണ്. മുംബൈ ഗോവ. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിനെ ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 39B. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം. അടുത്തത്, അർജുൻ അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്ട് കായലിലാണ്. അയ്യങ്കാളി ജനിച്ച ജില്ല തിരുവനന്തപുരം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ഗിഫോർഡാണ്. ഗിഫോർഡ്. വാഗൺ ട്രാജഡി നടന്ന വർഷം? വാഗൺ ട്രാജഡി നടന്നത് 1921 ഓപ്ഷൻസിൽ ഉത്തരമില്ല. അടുത്തത്, പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാട്. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായിട്ട് ബന്ധം ഇല്ലാത്തത് ഏതെന്നാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. പാലിയൻ സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം, ഹരിജൻ ധനസമാഹരണം, നിസ്സഹരണ സമര പ്രചാരണാർത്ഥം എന്നിവയെല്ലാം ബന്ധപ്പെട്ടതാണ്. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? എത്രാമത്തേതാണ്? 5ാമത്തേതാണ്. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാമാണ്? ഡോക്ടർ പൽപ്പു, അയ്യങ്കാളി എന്നിവർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ്? കാസർഗോഡ് ജില്ലയിൽ കയ്യൂർ സമരം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആര്? AV കുട്ടിമാളു അമ്മയാണ്. AV കുട്ടിമാളു അമ്മ. പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ചത് കുമാര ഗുരുദേവൻ. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല. അടുത്തത്, ശരിയായ ജോഡി കണ്ടെത്തുവാനാണ്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു വാൾട്ടർ ജി റോസൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം. അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം അസ്ഥി. പെരിയോസ്റ്റിയം. മനുഷ്യ ശരീരത്തിന്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ജീവകം K ആണ്. തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിന്റെ കുറവാണ്? നൈട്രജൻ. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? വൈറസ് ആണ്. വൈറസ്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 പ്രാധാന്യം. ലോക കടലാമ ദിനം. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഹൃദയമാണ്. ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഖരമാധ്യമത്തിലൂടെയാണ്. ഖരം. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ്.
ഓപ്ഷൻ ബി ആണ് ഊർജം. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? രാസഫലമാണ്. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? 1.62 മീറ്റർ/സെക്കൻഡ്². ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആര്? ജെ തോംസൺ. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജമാറ്റം എന്ത്? ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. സദിശ അളവ് പ്രവേഗം. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ടാർട്രസിൻ. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? സിങ്കിന്റെ അയിരാണ് കലാമിൻ. ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? പൊട്ടാസ്യത്തിൻ്റെതാണ്. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 81ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 9. 82 ഉത്തരം ഓപ്ഷൻ ഡി ആണ് 5/7. 83ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 0.005. 84 ഉത്തരം ഓപ്ഷൻ ബി ആണ് 725. 85ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 50.02. 86ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് 49. 87 ഉത്തരം ഓപ്ഷൻ എ 90,000. അടുത്തത് 88ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. 89ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് 25%. 90ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 12 മിനിറ്റിന് ശേഷം. 91 ഓപ്ഷൻ എ ആണ് ഉത്തരം 1. 92ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 30. 93 ഉത്തരം ഓപ്ഷൻ ഡി ആണ് 244. 94ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏത് എന്നാണ്? സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്, വീട്ടു നമ്പർ. ഓസ്കർ സിനിമ എങ്കിൽ ബുക്കർ എന്താണ്? സാഹിത്യമാണ്. 96ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 10,000. വ്യത്യസ്തമായത് ഏത്? തന്നിരിക്കുന്നത് ചതുരം, ത്രികോണം, സാമാന്തരികം, ലംബകം എന്നിവയാണ്. ഇതിൽ വ്യത്യസ്തമായത് ഏതാണ്? ത്രികോണമാണ്. 98ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 30. 99 ശ്രേണിയിൽ അടുത്തത് വരുന്നത് ഓപ്ഷൻ ബി ആണ് IRH. അവസാനത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 75. നമ്മളിപ്പോൾ നോക്കിയ ഉത്തരങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നു കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.